നമസ്കാരം കേട്ടോ, ജയനാണേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ടൊരു വീഡിയോ വൈറലായിരുന്നു കേട്ടോ. അതായത് ടൊയോട്ട ഹൈറൈഡറിന് 27 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ എന്തായാലും നിങ്ങളെല്ലാവരും കണ്ടാണല്ലോ. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഹൈറൈഡർ ഒന്ന് കണ്ടേക്കാം, ഹൈറൈഡറിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതി. ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂർ ഹൈലൈറ്റ് മാളിൽ വന്നപ്പോൾ ഇവിടെ ഹൈറൈഡർ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ടൊയോട്ട അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്, ഇവിടെ പോയാൽ വീഡിയോ എടുക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ വന്നു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വണ്ടി ഒന്ന് കാണാമെന്ന് ഓർത്ത് വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് കേട്ടോ. ഫ്രണ്ടിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗ്രില്ല് കാണാം കേട്ടോ. അക്രൈലിക് ഗ്രില്ലാണ് വരുന്നത്. അതുപോലെ ഡി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിൻ ഡി ആറിലാണ് കേട്ടോ വരുന്നത്. അതിന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു ക്രോമിൻ്റെ ഒരു ഗാർണിഷ് കാണാൻ പറ്റും. അതുപോലെ ആ ഗ്രില്ലിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോ, അക്രൈലിക് ആയിട്ടുള്ള ഗ്രില്ലാണ് വരുന്നത്. അതായത് ടോപ്പിൽ വരുന്ന ഗ്രില്ല് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ഹെക്സണൽ ഷേപ്പിലുള്ള ഗ്രില്ലൊക്കെ ആയിട്ട് വരുന്നത്. സെൻട്രലായിട്ട് ടൊയോട്ടയുടെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ സൈഡിലേക്ക് ആ ക്രോം ഗാർണിഷ് വന്നിട്ട് ആ ഡി ആറിൻ്റെ സൈഡിലേക്ക് കയറുന്നുണ്ട്. ഫ്രണ്ട് അതുപോലെ താഴത്തെ ഗ്രില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻറ്ററിൽ നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ക്യാമറ കാണാൻ പറ്റും. ആ ഗ്രില്ല് ആ ഹെക്സാഗൺ ഷേപ്പിലുള്ള ഒരു വലിച്ചു നീട്ടിയ ഹെക്സാഗണിൻ്റെ ഷേപ്പിലുള്ള ബോട്ടം ഗ്രില്ല് കാണാൻ പറ്റും. അതിൻ്റെ താഴത്ത് തന്നെ ഒരു ഗ്രേ ഷെയ്ഡിലുള്ള ഗ്ലോസി കളർ ഗ്രേ ഷെയ്ഡിലുള്ള ഒരു സ്കിഡ് പ്ലേറ്റും വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ് ലാമ്പ് കാണാൻ പറ്റും. LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. അതിന് ചുറ്റുമായിട്ട് ഒരു ക്രോമിൻ്റെ ഗാർണിഷും വരുന്നുണ്ട് കേട്ടോ. ഒരു ഗാർണിഷ് ആയിട്ടുള്ളൊരു ക്രോം ആയിട്ടുള്ളൊരു ഗാർണിഷ് വരുന്നുണ്ട്. ആ ഗ്രില്ലിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, നല്ല ഡിസൈനുള്ള ഒരു ഗ്രില്ലാണല്ലോ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീൽ ആർച്ചിൻ്റെ ക്ലാഡിങ് ബ്ലാക്ക് കളറിൽ മാറ്റ് ബ്ലാക്കിൽ പോകുന്ന ആ ഒരു ഹാർഡ് പ്ലാസ്റ്റിക്കിൽ വരുന്ന ആ ഒരു ക്ലാഡിങ് കാണാൻ പറ്റും. വീൽ ആർച്ച് കണ്ടിന്യൂ ചെയ്ത് ബോഡിയുടെ സൈഡിൽ കൂടെ ഫുള്ളായിട്ട് പോകുന്ന ആ ഒരു ക്ലാഡിങ് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ടയറിൻ്റെ സൈസ് നോക്കാം. ടയറിൻ്റെ സൈസിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സൈസ് കാണുമ്പോൾ നല്ല മനോഹരമായൊരു ഡയമണ്ട് കട്ട് അലോയ് വീൽ കാണാം കേട്ടോ. സെൻട്രൽ ആ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കുകളാണ് കേട്ടോ വരുന്നത്. അപ്പോളോയുടെ ടയറാണ് ഇതിൽ കിടക്കുന്നത്. ടയറിൻ്റെ സൈസ് കാണാൻ പറ്റും 215, 60, 17 ഇഞ്ച് ആണ് കേട്ടോ അലോയ് സൈസ് വരുന്നത്. അപ്പോളോയുടെ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത്. മനോഹരമായ ഡിസൈനിലുള്ള ഒരു ബ്ലാക്കും ആ ഒരു സ്റ്റീലും കൂടെ കളറിൽ വരുന്ന ഒരു അലോയ്സ് ആട്ടോ വന്നിരിക്കുന്നത്. സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡോറുകളിൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്രോമിൻ്റെ ഇൻസേർട്സും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സാധാരണ ഡി ആറിൽ ഒരു സ്ട്രിപ്പാണല്ലോ വരുന്നത്. ഇപ്പോൾ ഡി ആറിൽ വന്നപ്പോഴത്തേക്ക് 2 സ്ട്രിപ്പ് വന്നിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടൊരു ബോഡിയിലൊരു ക്യാരക്ടർ ലൈൻ അല്ലെങ്കിൽ ഷോൾഡർ ലൈൻ എന്നൊക്കെ പറയാം. അത് ത്രൂ ഔട്ട് ബോഡിയുടെ ബാക്കിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. സൈഡിലേക്ക് പിന്നീട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിസൈൻ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗാർണിഷ് ബ്ലാക്കും ക്രോമും കൂടെ ആയിട്ടുള്ള ഒരു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹൈബ്രിഡ് EV എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു ടൊയോട്ടയുടെ. അതുപോലെ തന്നെ സൈഡിലേക്ക് മിറർ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിററുകളാണ് വരുന്നത്. 360 ക്യാമറയും അതിൻ്റെ അടിയിൽ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും മൗണ്ടഡ് ആയിട്ടുള്ള മിററാണ് വരുന്നത്. അത് ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ ടോണിലാട്ടോ വണ്ടി വരുന്നത്. റെഡും അതുപോലെ തന്നെ റൂഫ് ബ്ലാക്കും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ബോഡി കളറായിട്ടുള്ള ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കീലെസ് എൻട്രി വരുന്നുണ്ട്. പിന്നെ സൈഡിൽ ആ ഒരു തട്ടാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ടർ കൊടുക്കുന്നത് എക്സ്ട്രാ ആക്സസറീസിൽ വരുന്നതാണ് കേട്ടോ. ആ ഒരു സൈഡ് ഡോർ പ്രൊട്ടക്ടർ വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സൈഡിൽ ക്രോമിൻ്റെ ഒരു ഫിനിഷ് കൊടുത്തിട്ട് ഡോറിൽ ക്ലാഡിങ്ങൾ വന്നിട്ടുണ്ട്. ആ സൈഡിലെ ഇത് കൂടാതെ എക്സ്ട്രാ ഡോർ ബോട്ടത്തിൽ ക്ലാഡിങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ആക്സസറീസിൽ എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ. അതുപോലെ വിൻഡോയുടെ ബോട്ടം ലെവലിലും അതുപോലെ തന്നെ റെയിൻ ഗാർഡിലും ഒക്കെ ക്രോം വന്നിട്ടുണ്ട് കേട്ടോ. ക്രോമിൻ്റെ ഇൻസേർട്സ് അല്ലെങ്കിൽ ക്രോമിൻ്റെ ഒരു ലൈനൊക്കെ ആഡ് ചെയ്ത് ഈ റെയിൻ ഗാർഡൊക്കെ വരുന്ന ഒരു ഡിസൈൻ കണ്ടോ. സി പില്ലർ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഒരു ചെറിയ ഡിസൈനൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് ആക്സസറീസിലായിട്ട് വരുന്നത്, അത് ബേസിക് ആയിട്ട് വരുന്നതല്ല. അതുപോലെ തന്നെ വിൻഡോയുടെ സില്ലിൽ ഒരു ക്രോമിൻ്റെ ഒരു ലൈൻ പോയിട്ടുണ്ട് കേട്ടോ, ഒരു ബെൽറ്റ് പോലെ. അത് ത്രൂ ഔട്ട് ബോഡിയിൽ ഒരു ക്രോം ഇൻസേർട്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോയിലർ കാണാൻ പറ്റും. ബിൽറ്റ് ഇൻ സ്പോയിലർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലേക്ക് വന്ന് ടെയിൽ ലാമ്പ് LED ആണ് കേട്ടോ വരുന്നത്. അതുപോലെ ടെയിൽ ലാമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്ത പോലത്തെ ഒരു ഫിനിഷിൽ വരുന്ന ടെയിൽ ലാമ്പാണ്. LED ആണ് ടെയിൽ ലാമ്പിൽ വരുന്നത്. കണക്റ്റഡ് ടെയിൽ ലാമ്പ്സ് ഒന്നും വരുന്നില്ല. പകരം കണക്ഷനായിട്ടൊരു ക്രോം എലമെൻ്റാണ് വരുന്നത്. അതിൻ്റെ നടുക്ക് ടൊയോട്ടയുടെ ലോഗോ കൊടുത്തിരിക്കുന്നു. മനോഹരമായിട്ടൊരു ഡിസൈൻ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു C ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നമുക്ക് ആ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ റിവേഴ്സിൻ്റെ ലാമ്പും കാണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒരു റെഡ് പോലെയുള്ള ഒരു ടെയിൽ ലാമ്പാണ് വരുന്നത്. കണക്റ്റഡ് ടെയിൽ ലാമ്പ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു മനോഹരമായതിനെന്ന് എനിക്ക് തോന്നിപ്പോയി കേട്ടോ. അതിപ്പോൾ ഒരു കോമൺ ആയിട്ട് വരുന്ന സാധനം കൊണ്ട് ഒഴിവാക്കിയതായിരിക്കും. ഇപ്പോൾ കോമൺ ആയിട്ടുള്ള എല്ലാ വണ്ടിക്കും കണക്റ്റഡ് ടെയിൽ ലാമ്പ്സ് വരുന്നുണ്ട്. താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റിവേഴ്സ് ലാമ്പും അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ ഒരു റിഫ്ലക്ടറും അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും വരുന്ന ആ ഒരു യൂണിറ്റ് കാണാം. അതിനും ചുറ്റുമായിട്ടൊരു ക്രോമിൻ്റെ ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബമ്പറിൻ്റെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ബമ്പറിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട്. അത് സിൽവർ കളറാണ് വരുന്നത്. അതിന് ചുറ്റുമായിട്ടൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിലൊരു ഗ്ലോസി ഷെയ്ഡിലായിട്ടുള്ള ഒരു എലമെൻറ്റോട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് 360 ക്യാമറ കാണാൻ പറ്റും. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിഫോഗറുണ്ട്. അതുപോലെ തന്നെ റിയർ ആയിട്ടുള്ള വൈപ്പറും വരുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും റയർ എന്ന് പറഞ്ഞു. 1-2 പേര് ഇടയ്ക്കിടയ്ക്ക് വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് മൗണ്ടഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ലൈറ്റും ഉണ്ട്. അതുപോലെ റൂഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് റൂഫാണ് വരുന്നത്. ഗ്ലോസി ബ്ലാക്ക് ആയിട്ടല്ലേ, പിയാനോ ബ്ലാക്ക് എന്നൊക്കെ വേണേൽ പറയാവുന്ന ആ ഒരു
ഫിനിഷിലുള്ള ബ്ലാക്ക് കളറാണ് വന്നത്. ഷാർക്ക് ഫിൻ ആൻറ്റിന അവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ റൂഫിൽ റെയിലിംഗ് വരുന്നുണ്ട്, അതും സിൽവർ കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം റെഡ് ആൻഡ് ബ്ലാക്ക് റൂഫ്, അതായത് ഡ്യുവൽ ഷെയ്ഡിലാണ് വരുന്നത്. നമുക്ക് സെക്കൻഡ് റോയിലേക്ക് നോക്കാം കേട്ടോ. ഡോറിൻ്റെ പാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക്, അതുപോലെ തന്നെ ആ ഒരു സിൽവർ ഷെയ്ഡിലുള്ള ഇൻസേർട്ട്സോട് കൂടിയ ഇതാണ് വരുന്നത്. അതുപോലെ തന്നെ ഹാൻഡിൽ ക്രോമോ ചെയ്തിട്ടുണ്ട്. ലെതറിൻ്റെ ഫിനിഷായിട്ട് വരുന്നത്, ആ ഒരു ബ്രൗൺ കളർ ലെതറിൻ്റെ ഫിനിഷ് വരുന്നത്, സ്റ്റിച്ചിങ്ങോട് കൂടിയ മനോഹരമായ ഡിസൈൻ ഒരു ഇൻറ്റീരിയർ അല്ലെങ്കിൽ ഒരു തീമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പിയാനോ ബ്ലാക്കിലെ ആ ഒരു ആംറസ്റ്റ് ഏരിയ കാണാം. അതുപോലെ തന്നെ പവർ വിൻഡോയുടെ സ്വിച്ച് അതിൽ വരുന്നു. ഇതൊക്കെയാണ് ഡോറിൻ്റെ ആ ഒരു പാർട്ടിലേക്ക് വന്നുള്ള ഡീറ്റെയിൽസ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡറുണ്ട്, സ്പീക്കറും വരുന്നുണ്ട് കേട്ടോ. മ്യൂസിക് സിസ്റ്റം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ട്വിറ്ററും 4 സ്പീക്കറുമായിട്ടാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ വെയിലടിച്ച് പോകാതിരിക്കാൻ വിൻഡോയിൽ സൺഷെയ്ഡ്സും വരുന്നുണ്ട് കേട്ടോ. അതെന്തായാലും ഒരു നല്ലൊരു കാര്യമാണ്. നമുക്കിതാ കർട്ടൻസിന് പകരം സൺഷെയ്ഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ AC വെൻറ്റുകൾ കാണാം. അതിൻ്റെ തൊട്ട് താഴെ 2 ചാർജിങ് പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ്. നമുക്ക് നോർമലി റിയർ AC വെൻറ്റുകളിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻബിൽറ്റ് യൂണിറ്റിൽ എല്ലാ വാഹനത്തിലും വരുന്ന പോലെ തന്നെ 2 ചാർജിങ് സ്ലോട്ടുകളും അതുപോലെ താഴത്തൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നു. AC വെൻറ്റിന് ചുറ്റും ഒരു ക്രോമിൻ്റെ ഒരു യു ഷേപ്ഡ് ഒരു ക്രോമിൻ്റെ ഒരു ഇൻസേർട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആംറസ്റ്റ് വരുന്നുണ്ട്, സ്ലൈഡിംഗ് ആയിട്ടുള്ള ആംറസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതാണ് കേട്ടോ ഫ്രണ്ടിലേക്ക് വരുന്ന റിവ്യൂ. നമുക്ക് പിന്നീട് പോകാം കൂടെ. അതുപോലെ തന്നെ പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. അത് ഫുള്ളി ആയിട്ട് വരുന്ന, ഓൾമോസ്റ്റ് ഫുള്ള് വരുന്ന ഒരു പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. സീറ്റുകളിൽ നോക്കുകയാണെങ്കിൽ ലെതർ ഫിനിഷുള്ള ലെതറിൻ്റെ ആ ഒരു കളർ, അതല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ, കറക്റ്റ് ഒരു ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, ചോക്ലേറ്റ് ബ്രൗൺ എന്നും പറയാൻ പറ്റില്ല, ഒരു ടാൻ ബ്രൗൺ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലുള്ള ഒരു ഫിനിഷായിട്ട് വരുന്നത്. അതുപോലെ 2 കപ്പ് ഹോൾഡറുള്ള ആംറസ്റ്റ് സെൻറ്ററിലും വരുന്നുണ്ട്. അതെന്തായാലും മനോഹരമായ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു കളർ ഉണ്ടോ, ചോക്ലേറ്റ് അല്ല, ടാൻ അല്ല, ബ്രൗൺ അല്ല. പക്ഷേ അവർ പറയുന്ന കമ്പനി പറയുന്നത് ബ്രൗൺ ഇൻറ്റീരിയർ അല്ലെങ്കിൽ ബ്രൗൺ ആൻഡ് ബ്ലാക്കിൻ്റെ ഒരു ഡ്യുവൽ ടോൺ എന്നാണ് കേട്ടോ പറയുന്നത്. ഒരു ടാൻ ബ്രൗൺ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഡാർക്ക് ബ്രൗൺ ഒന്നും അല്ല, ലൈറ്റ് ആയിട്ടുള്ള ബ്രൗൺ ആണ് വരുന്നത്. അതുപോലെ തന്നെ ബ്ലാക്കിൻ്റെ കൂട്ടത്തിൽ ഡ്യുവൽ ടോൺ ആയിട്ടാണ് കേട്ടോ ആ ഒരു ഷെയ്ഡ് വരുന്നത്. റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ 2 സൈഡിലും നമുക്ക് റൂഫ് ലാമ്പുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കോട്ട് ഹുക്ക് അവിടെ വരുന്നുണ്ട് കേട്ടോ. ഹാൻഡിലിൻ്റെ അടുത്തായിട്ട്, ഗ്രാബ് ഹാൻഡിലിൻ്റെ അടുത്തായിട്ട് കോട്ട് ഹുക്കും വരുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ്. പിന്നെ ഒരു കാര്യം, ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 ഈ ഒരു ഹെഡ് റെസ്റ്റുകൾ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് വരുന്നത്. ചിലതിൽ സെൻട്രൽ അഡ്ജസ്റ്റബിൾ അല്ല കേട്ടോ വരുന്നത്. ഇതിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും 3 ഹെഡ് റെസ്റ്റുകളും അഡ്ജസ്റ്റബിൾ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാവുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഫ്രണ്ട് റോയിലേക്ക് കയറി നോക്കാം കേട്ടോ. ആ ഒരു കീലെസ് എൻട്രിയുടെ ആ ഒരു ഇത് കാണാൻ പറ്റും. ഡോർ ഹാൻഡിൽസ് നേരത്തെ പറഞ്ഞല്ലോ ബോഡി കളറാണ് വരുന്നത്. ഡോറിൻ്റെ ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്രോം കളറിലുള്ള ഡോർ ഹാൻഡിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ആ ഒരു ടാൻ ബ്രൗൺ കളറിലുള്ള ഡ്യുവൽ ടോൺ, ബ്ലാക്കിലും വരുന്ന ഒരു ഡ്യുവൽ ടോൺ വരുന്നത്. അതുപോലെ തന്നെ ഒരു സിൽവർ കളർ ഒരു ഗാർണിഷ് അവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഹാൻഡിലിൻ്റെ മുകളിലായിട്ട്. അതുപോലെ തന്നെ പവർ വിൻഡോസിൻ്റെ സ്വിച്ച് വരുന്നു. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിററിൻ്റെ വരുന്നു. അതുപോലെ തന്നെ 1 ടച്ച് ഓട്ടോ ആ ഒരു ഡ്രൈവർ സൈഡ് ആയിട്ടുള്ള പവർ വിൻഡോയുടെ സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്, സ്പീക്കർ വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഡോർ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ സൈഡിലാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ 8 വേ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡ്രൈവർ സൈഡ് സീറ്റാണ് കേട്ടോ വരുന്നത്. നോർമലി നമ്മൾ കാണാറുള്ളതെന്ന് പറഞ്ഞാൽ 6 വേ അഡ്ജസ്റ്റബിൾ ആണ്. ഇത് 8 വേ അഡ്ജസ്റ്റബിൾ ആണ്. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ടും ബാക്കി സ്വിച്ചസിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഇൻറ്റീരിയറിലേക്ക് ലെതറിൻ്റെ ഫിനിഷിൽ വരുന്ന ലെതർ വരുന്ന ആ ഒരു സീറ്റാണ് കേട്ടോ വരുന്നത്. വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ആണ് ഫ്രണ്ടിൽ രണ്ടും വരുന്നത്. നല്ല സപ്പോർട്ടോട് കൂടിയ ഹോൾസ് ഉള്ള അല്ലെങ്കിൽ വെൻറ്റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റാണ് കേട്ടോ വരുന്നത്. ഡ്രൈവറും കോ ഡ്രൈവറും വരുന്നത്. നല്ല സൈഡ് സപ്പോർട്ടൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റ് ആണെങ്കിൽ വലിപ്പത്തിലുള്ള ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റുകളാണ് കേട്ടോ വന്നിരിക്കുന്നത്. സെൻട്രൽ പോർഷനിൽ ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ആ ടാൻ കൊടുത്തിരിക്കുന്നു. സൈഡിലേക്കുള്ള ഏരിയ മൊത്തം ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്നു കേട്ടോ. ആ ഒരു ഫിനിഷിങ്ങോട് കൂടിയ സീറ്റാണ് വരുന്നത്. ഇനി നമുക്ക് കീ കാണാം. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രസ് ചെയ്ത് കണ്ട അതേ സ്മാർട്ട് കീ ആണ് വരുന്നത്. ചെറിയൊരു കീ ആട്ടോ, സ്മാർട്ട് കീ ആണ്. ലോക്കും അൺലോക്കും വലിയ വലിപ്പമോ ക്രോമിൻ്റെ ഡിസൈനോ അങ്ങനെയൊന്നുമില്ല. ചെറിയൊരു ബ്ലാക്ക് കളറിലുള്ള ഒരു കീ, സ്മാർട്ട് കീ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഓട്ടോമാറ്റിക് ഗിയർ കാണാം. ഇവിടെ തൽക്കാലം ഇത് വയ്ക്കാനുള്ള ഒരു പോർഷനൊന്നും കാണാനില്ല. നമുക്ക് കപ്പ് ഹോൾഡറിൽ തന്നെ വയ്ക്കാം. ഇത് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് EV മോഡും ഡ്രൈവ് മോഡും സെലക്ട് ചെയ്യാനുള്ള 2 ബട്ടണുകളാണ്. അതുപോലെ തന്നെ വെൻറ്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ആ ഒരു ബട്ടണും അവിടെ കാണാം കേട്ടോ. ഓട്ടോമാറ്റിക് ഗിയർ നോബ് വരുന്നു. അതിലൊരു ബ്ലാക്കും സിൽവറിൻ്റെയും കൂടെ ഒരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. AC ഓട്ടോമാറ്റിക് AC ആണ് വന്ന് ടോഗിൾ സ്വിച്ചസ് കാണാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള. അതുപോലെ തന്നെ ഓട്ടോ ACയുടെ ബട്ടൺ, ഡിഫോഗറിൻ്റെ റിയറിലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു കൺട്രോൾസ് കാണാൻ പറ്റും. സെൻട്രലിലേക്ക് വന്ന് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ ഒരു റൗണ്ട് സർക്കിളിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ 9 ഇഞ്ചിൻ്റെ ആട്ടോ ഈ ഒരു ടച്ച് സ്ക്രീൻ സിസ്റ്റം വരുന്നത്. നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ബട്ടൺസ് പറഞ്ഞാൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ഒരു ബട്ടണുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, അതിൻ്റെ ആ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള. അതുപോലെ തന്നെ പവർ സ്വിച്ച്, അതായത് നമുക്ക് ഇഗ്നിഷൻ സ്റ്റാർട്ട് സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ACയുടെ ഒരു വെൻറ്റ് ആ സൈഡിലേക്ക് വന്ന് ഇപ്പോൾ കാണുന്നുണ്ട് കേട്ടോ.
ആ ലെതറിൻ്റെ ഒരു കളർ നമുക്ക് ഫ്രണ്ടിലേക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ബാക്കിൽ ഇരുന്നപ്പോഴത്തേക്ക് ലൈറ്റിൻ്റെ ഒരു വ്യത്യാസം കൊണ്ട് നമുക്ക് ഭയങ്കര ക്യാമറയിൽ ആ കറക്റ്റ് കളർ വരുന്നില്ല. ഈ ഒരു കറക്റ്റ് കളറാണ് കേട്ടോ ഇതിന് വരുന്നത്. മനോഹരമായിട്ടൊരു വൈറ്റ് കളർ സ്റ്റിച്ചിങ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ ഡ്രസ്സേൽ കണ്ട അതേ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. നമുക്ക് ഇനി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൺവൈസറുകൾ വരുന്നുണ്ട്. സൺവൈസറിൽ വാനിറ്റി മിറർ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഗ്ലാസും വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കോ ഡ്രൈവർ സൈഡിൽ വരുന്നു. അതുപോലെ തന്നെ ഇനി റൈറ്റ് സൈഡിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെയിം സൺവൈസറും അതുപോലെ തന്നെ ആ ഒരു ഇതും വരുന്നുണ്ട് കേട്ടോ. നമുക്ക് സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ 2 ലൈറ്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സൺറൂഫിൻ്റെ ബട്ടൺ വരുന്നു. അതുപോലെ തന്നെ ലൈറ്റ് ഓൺ ഓഫ് ആക്കാനുള്ള ഒരു സ്വിച്ച് വരുന്നു. അതുപോലെ തന്നെ ഒരു ഗൂഗിൾസിൻ്റെ ഒരു ഹോൾഡർ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കണ്ണടയൊക്കെ നമുക്ക് അവിടെ വെക്കാൻ പറ്റും. അതുപോലെ റൈറ്റ് സൈഡിൽ ഡ്രൈവർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാത്തിടത്തും കാണാറില്ല കേട്ടോ. ഈ സൈഡിൽ ഗ്ലാസും ഒന്നും മിററൊന്നും കിട്ടാറില്ല. എന്തായാലും ഇതിന് ഡ്രൈവർ സൈഡിലും സൺവൈസറിലും വാനിറ്റി മിററും അതുപോലെ തന്നെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. എന്താണോ അതൊരു ഒരു കോമൺ ആയിട്ടുള്ള കാര്യമല്ല, എല്ലാത്തും കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ വന്നു കഴിയുമ്പോഴത്തേക്ക് 4.5 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതാണ് കേട്ടോ HUD, അതായത് ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നത് ഇതാണ്. ഇതിലെ ആ ഒരു റീഡിംഗ് ഒക്കെ കാണാൻ പറ്റും നമുക്ക്, ഡീറ്റെയിൽസ് അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേക്ക് വന്നു കഴിഞ്ഞാൽ കളർഫുൾ ആയിട്ടുള്ള TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. 4.5 ഇഞ്ചിൻ്റെ സൈസിലാണ് വരുന്നത്. നമുക്ക് സിസ്റ്റം ഓൺ ആയി കഴിഞ്ഞാൽ 360 ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ കോമൺ ആയിട്ട് 6 എയർ ബാഗ് എല്ലാത്തിലും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. അതിൽ ABS, EBD, ഹിൽ ഹോൾഡ് കൺട്രോൾ അല്ലെങ്കിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റ്, TPMS, പാർക്കിംഗ് സെൻസറുകൾ ബാക്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് കേട്ടോ. പനോറമിക് സൺറൂഫ് വരുന്നത്. അതിൽ നമുക്ക് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ സെൻട്രൽ കൺസോളിൽ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ വയർലെസ് ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. ഒരു USB പോർട്ടും അതുപോലെ തന്നെ 12 വാൾട്ടിൻ്റെ ഒരു സോക്കറ്റും വരുന്നുണ്ട്. ഇതെല്ലാം ഒരു കോമൺ ഫീച്ചർ എന്ന് പറയാൻ പറ്റും. ഇവിടെയാണ് ആ സൺറൂഫിൻ്റെ ഒരു ബട്ടൺ അങ്ങനെയുണ്ട് വരുന്നത്. അതൊന്ന് ഞാൻ ഓപ്പറേറ്റ് ചെയ്തപ്പോഴത്തേ ഒന്ന് ഞെക്കി പിടിച്ച് കഴിഞ്ഞാലേ വരുള്ളൂ എന്ന് വെച്ചാൽ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ടെക്നൊരു സൗണ്ട് വരുന്നു. അപ്പോൾ അതായി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ബട്ടൺ. ആ ഒരു രീതിയിലാണ് സൺറൂഫ്. അതുപോലെ തന്നെ ഒന്നോടെ ആക്കി കഴിഞ്ഞാൽ സൺറൂഫ് ഓപ്പൺ ആവും. ആദ്യം അതിൻ്റെ ഷട്ടർ മാറും, അതിനുശേഷം സൺറൂഫ് ഓപ്പൺ ആവും. അതുപോലെ തന്നെ റിവേഴ്സ് നമ്മൾ തിരിച്ച് ഞെക്കി കഴിഞ്ഞാൽ ആ ഒരു ബട്ടണിൽ കൊണ്ട് ഓപ്പറേറ്റ് ആകും. ഇത് നോർമലി ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ. അതുപോലെ തന്നെ ഇത് വരുന്ന ഓട്ടോ IRVM ആണ് കേട്ടോ നമുക്ക് വരുന്നത്. മാനുവലല്ല വരുന്നത്, ഓട്ടോ IRVM ആണ്. സ്റ്റിയറിംഗ് വീൽ ഇതാണ് വരുന്നത്. നല്ല റൗണ്ടിലുള്ള സർക്കുലർ ഷേപ്പിലുള്ള സ്റ്റിയറിംഗ് വീൽ വരുന്നു. അതിൻ്റെ സെൻറ്ററിൽ ടൊയോട്ടയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ബോട്ടം ഒക്കെ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി. പക്ഷേ ഇതൊരു സർക്കിൾ ആ ഒരു സ്റ്റാൻഡേർഡ് ആണല്ലോ, അതുകൊണ്ടായിരിക്കും. റൈറ്റ് സൈഡിലേക്ക് ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ വരുന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും മ്യൂസിക്കിൻ്റെ, അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് വൈപ്പറിൻ്റെ കാര്യങ്ങൾ വരുന്നു. ആ ഒരു നോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്ററും ഹെഡ് ലാമ്പിൻ്റെ ഒക്കെ ഇത് വരുന്നു. അതുപോലെ തന്നെ ഇവിടെ കോൾ എടുക്കാനുള്ള ഓപ്ഷൻസും വോയിസ് കമാൻഡിൻ്റെ ഒക്കെ ആ ഒരു ബട്ടൺ സ്റ്റിയറിംഗിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു 3 സ്പോക്ക് 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതിൽ ആ സെൻട്രലിലെ സ്പോക്ക് വരുമ്പോഴത്തേക്കും ഒരു അലുമിനിയം അല്ലെങ്കിൽ ഒരു സിൽവർ കളറിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ആ ഒരു സ്റ്റിയറിംഗ് വീലിൽ വരുന്ന ഡീറ്റെയിൽ കേട്ടോ. ലെതർ റാപ്പ് ചെയ്ത സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ബ്ലാക്ക് കളറാണ് വരുന്നത്. ബ്ലാക്കിൻ്റെ കൂടെ ആ ഒരു റെഡ് സ്റ്റിച്ചിങ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ബ്രൗൺ സ്റ്റിച്ചിങ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മനോഹരമായിരുന്നെന്ന് എനിക്ക് തോന്നിപ്പോയി കേട്ടോ. ആ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഇൻഫോർടൈൻമെൻറ്റ് ഒരു 9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ മ്യൂസിക്കിൻ്റെ ബട്ടൺ, കോളിൻ്റെ ബട്ടൺ, അതുപോലെ തന്നെ വോയിസ് കമാൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം ബട്ടൺ അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ iConnect എന്ന് പറഞ്ഞ ആപ്പ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ 51 ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് മൊബൈലിൽ നിന്ന് തന്നെ വണ്ടിയുടെ ഹെൽത്ത് ചെക്ക് ചെയ്യാം, വണ്ടിയുടെ ഡീറ്റെയിൽസ്, ചാർജ്, കിലോമീറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വണ്ടിയുടെ ട്രാക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെ 51ഓളം ഫീച്ചേഴ്സ് വരുന്ന iConnect എന്ന് പറഞ്ഞ ടൊയോട്ടയുടെ ആപ്പും ഈ ഒരു വാഹനത്തിൻ്റെ കൂടെ വരുന്നുണ്ട്. നമുക്ക് കളർഫുള്ളായിട്ടുള്ള TFT ഡിസ്പ്ലേ 4 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വരുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ കണ്ടത് ഇതൊരു 360 വ്യൂയുടെ ഒരു ആ ക്യാമറയുടെ ഒരു ബട്ടൺ അവിടെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡിസ്പ്ലേയിലുള്ള അല്ലാതെ നമ്മുടെ ഡ്രൈവറിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബട്ടണായിട്ടും കൊടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി ആൻഡ്രോയിഡ് സിസ്റ്റത്തിലും വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി ഇതിലേക്കൊന്ന് നോക്കാനായിട്ട്, കൂടുതൽ ഫീച്ചേഴ്സിലേക്ക് കയറാൻ നോക്കാനായിട്ട് ഞാൻ എന്തായാലും നോക്കിയില്ല. ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഞാൻ ഓൾറെഡി കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. നിപ്പോൺ ടൊയോട്ടയുടെ തൃശ്ശൂരത്തെ നമ്പറാണ് കൊടുക്കുന്നത്. അതിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്കിങ്ങിനും ടെസ്റ്റ് ഡ്രൈവിനും പ്രൈസിൻ്റെ കാര്യങ്ങൾക്കും ഒരു എക്സ്ഷോറൂം പ്രൈസ് എന്തായാലും ഞാൻ പറയാം. ബാക്കി ഡീറ്റെയിൽസും ഓഫറുകളും കോമൺ ഓഫറുകളും കാര്യങ്ങളും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് എക്സിക്യൂട്ടീവിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അവരെ വിളിച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് കേട്ടോ. അതായത് ടൊയോട്ടയുടെ എല്ലാ വണ്ടിക്കും എന്തായാലും ഓണത്തിൻ്റെ ഓഫർ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഹൈറൈഡറിന് വന്നിരിക്കുന്ന ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 11.34 ലക്ഷമാണ് കേട്ടോ. അത് എക്സ്ഷോറൂം പ്രൈസാണ്. 1.44 ലക്ഷം വരെയുള്ള ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. അതായത് കോർപ്പറേറ്റ് ഡിസ്കൗണ്ടും അടക്കം, ഓണം ഓഫറും, അങ്ങനെ പലതും അടക്കമാണ് അത്രയും ഒരു ഓഫർ വരുന്നത് കേട്ടോ. അതായത് 1,44,000 രൂപയോളം ഓഫർ വരുന്നുണ്ട്. അതിൽ 20,000 രൂപയോളം കോർപ്പറേറ്റ് ഡിസ്കൗണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഓഫറുകളുടെ കാര്യം ഡീറ്റെയിൽസ് ഞാൻ നമ്പർ കൊടുക്കും, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 25 ലക്ഷത്തിൻ്റെ ടോപ്പ് എൻഡ് വി വേരിയൻ്റ് ആണെങ്കിലും 27 കിലോമീറ്റർ മൈലേജ് നോക്കുമ്പോൾ നമുക്കിത് എന്തായാലും ഒരു ലാഭകരമായ വണ്ടി തന്നെയാണ് കേട്ടോ.